ഹലോ, എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇത് നമ്മുടെ 52ാമത്തെ പാർട്ടാണ്. ഒരുപാട് ട്വിസ്റ്റുകളായിട്ട് ഇനി നമ്മുടെ സ്റ്റോറി മുന്നോട്ട് പോവാണ്. എല്ലാവർക്കും പ്രത്യേകം നല്ലതായിട്ട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനെ പ്രതീക്ഷിക്കുകയാണ്. അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? ഇന്നലെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ള മോനെ, ദേവുവിൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴി ഇവിടേക്ക് കയറിയതാണോ? അച്ഛൻ സംശയത്തോടെ ചോദിച്ചു. അല്ലച്ച, ഞങ്ങൾ ഇങ്ങോട്ടേക്കായിട്ട് തന്നെ വന്നതാ, ദേവ് പറഞ്ഞു. ഇവിടേക്കോ? എന്നാൽ അകത്തേക്ക് കയറി വരൂ, ഇരുന്ന് സംസാരിക്കാം. അത് പറഞ്ഞ അച്ഛൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ഹാളിൽ നിന്നുള്ള ദേവിയുടെ ശബ്ദം കേട്ടാണ് റൂമിലിരിക്കുന്ന പാർവണ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത്. ശിവയെയും ദേവിയെ ഒരുമിച്ച് കണ്ടതും അവളുടെ മനസ്സിലും വല്ലാത്ത ഒരു പേടി നിറഞ്ഞു നിന്നിരുന്നു. അതെ, ഇവർക്ക് കുടിക്കാൻ വല്ലതെടുക്ക്, അച്ഛൻ അടുക്കളയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്നും വേണ്ട അച്ഛാ, വളച്ചേട്ടില്ലാതെ ഞങ്ങൾ വന്ന കാര്യത്തെക്കുറിച്ച് പറയാം. എന്താ മോനെ, എന്താ കാര്യം? അച്ഛൻ സംശയത്തോട് ചോദിച്ചു. ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നതേ പാർവണയെ ശിവയ്ക്ക് കല്യാണം ആലോചിക്കാനാണ്. അത് കേട്ടതും അവിടെ നിറഞ്ഞ എല്ലാ ആളുകളിലും ഒരു ഞെട്ടൽ കാണാമായിരുന്നു. എന്നാൽ കൂട്ടത്തിൽ കൂടുതൽ ഞെട്ടിയത് ശിവയായിരുന്നു. അവൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമായിരുന്നു ദേവ അവിടെ പറഞ്ഞത്. ശിവ ഒരു ഞെട്ടലോടെ അവനെ തന്നെ നോക്കി നിന്നു. അതേസമയം വാതിലിനരികിൽ നിൽക്കുന്ന ആളെ കണ്ട് പാർവണി ഞെട്ടിയിരുന്നു. കണ്ണൻ. ദേവ പറയുന്നതെല്ലാം കേട്ട് അവൻ വാതിലിനരികിൽ നിൽക്കുകയാണ്. കണ്ണൻ വന്ന കാര്യം ശിവയോ ദേവിയോ അറിഞ്ഞില്ല. നിങ്ങൾക്കറിയോന്നറിയില്ല, ഇവര് തമ്മിൽ സ്നേഹത്തിലായിരുന്നു. ദേവ അത് പറഞ്ഞതും കണ്ണൻ ദേഷ്യത്തോടെ ഹാളിലേക്ക് കടന്നു വന്നു. ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇപ്പൊ ഇറങ്ങണം, അവൻ ദേഷ്യത്തോടെ ദേവയും ശിവയും നോക്കിക്കൊണ്ട് പറഞ്ഞു. പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ, ദേവയും ദേഷ്യത്തോടെ പറഞ്ഞു. നിനക്ക് എന്താണ് പറയാനുള്ളത്? ഞാനുമായി അടുത്ത ആഴ്ച കല്യാണം നടക്കാനിരിക്കുന്ന ഇവളെ ഈ ഇരിക്കുന്ന ഇവന് കെട്ടിച്ചു കൊടുക്കണമെന്നാ? കണ്ണൻ ശിവയെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. അടുത്ത ആഴ്ച ഒരു കല്യാണം നടക്കാനുള്ള വീടാണിത്, ദയവ് ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ നാണം കടത്തരുത്, അച്ഛൻ കൈ കൂപ്പിക്കൊണ്ട് ദേവിയെ നോക്കി പറഞ്ഞു. അച്ഛൻ ഇവന്മാരോട് അപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇറങ്ങിപ്പോടാ ഈ വീട്ടിൽ നിന്ന്, കണ്ണൻ അലറിക്കൊണ്ട് പറഞ്ഞു. ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കിവിടെ നിനക്കെന്താ എത്ര താല്പര്യം എന്നതിന്റെ കാരണമൊക്കെ ഞങ്ങൾക്കറിയാം, നീ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് ആർദ്രോ, ദേവ താക്കീതോടെ പറഞ്ഞു. ഡി, നീയായിട്ട് ഇവരോടൊന്ന് ഇറങ്ങിപ്പോവാൻ പറയണോ അതോ ഞാനായിട്ട് ഇവരെ ചവിട്ടി പുറത്താക്കണോ? കണ്ണൻ പാർവണിയോടായി ചോദിച്ചു. ദേവേട്ടാ പ്ലീസ്, വഴക്കൊന്നും വേണ്ട, നിങ്ങൾ ദയവ് ചെയ്തൊന്ന് പോ, അവൾ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് പറഞ്ഞു. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ അവളുടെ നാവിൽ നിന്ന് തന്നെ കേട്ടില്ലേ? ഇനിയും നിങ്ങൾ നാണോ മാനയില്ലാതെ ഇവിടെ തന്നെ നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നിർത്തട, അതൊരു അലർച്ചയായിരുന്നു. നീ കുറെ നേരമായാലും ഇവിടെ കിടന്ന് തുളക്കണു, ഞങ്ങളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയാൻ നീ ആരടാ? ശിവദേഷ്യത്തോടെ അലറി. അത് നിനക്ക് ഇത്രയും നേരമായിട്ട് മനസ്സിലായിട്ടില്ലേ? ദേ, ഈ നിൽക്കുന്ന ഇവിടെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഞാനാണ്, അതിൽ കൂടുതൽ എന്ത് അവകാശമാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടത്? ഓഹോ, അങ്ങനെയാണോ? എന്നാൽ മിസ്റ്റർ ആദ്രവ്, ഇവിടെ നിൽക്കാൻ നിന്നേക്കാൾ എന്തുകൊണ്ട് അവകാശം എനിക്കാണ്, അത് പറഞ്ഞ് ശിവ നേരെ പാർവണിയുടെ അരികിലേക്ക് നടന്നു. ടോപ്പിനിടയിൽ അവൾ മറച്ചു വെച്ചിരുന്ന മഞ്ഞ ചരടിൽ കോർത്ത താലി അവൻ പുറത്തെടുത്തു. ഒരു നിമിഷം അവിടെ കൂടി നിന്നവരെല്ലാം നിശ്ചലമായി നിന്നു. പാർവണ പേടിയോടെ ആദ്യം നോക്കിയത് കണ്ണനെയാണ്. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ നിൽക്കുന്ന അവനെ കാണുകെ അവളുടെ മനസ്സ് നീറി. ഇതിലും വലിയ അവകാശം ഇനി വേണോ? ശിവ അവളുടെ കഴുത്തിലെ താലി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. പാർവണിയാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ തല താഴ്ത്തി നിൽക്കുകയാണ്. ഞങ്ങളെ എല്ലാവരുടെയും മുന്നിൽ ചതിക്കായിരുന്നില്ലടി നീ, അച്ഛൻ ദേഷ്യത്തോടെ അവളുടെ കവളിൽ ആഞ്ഞടിച്ചു. അടിയുടെ ആഘാതത്തിൽ അവൾ വേച്ചു പോയെങ്കിലും ദേവ അവളെ താങ്ങി. പാർവണിയുടെ ഭാഗത്തൊരു തെറ്റുമില്ല, അവൾ മനസ്സറിഞ്ഞുകൊണ്ടല്ല ശിവ ഈ താലി അവളുടെ കഴുത്തി കെട്ടിയത്. ദേവ നടന്ന കാര്യങ്ങൾ അച്ഛനോട് പറയാൻ ശ്രമിച്ചെങ്കിലും ശിവ അത് തടഞ്ഞു.
മതി ദേവാ, ഇനി നീയായിട്ട് കാര്യത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണ്ട. നടന്ന കാര്യങ്ങൾ എന്താണെന്ന് അവൾ തന്നെ അവളുടെ വീട്ടുകാരോട് പറഞ്ഞു മനസ്സിലാക്കിക്കോളും. നമുക്ക് തിരിച്ചു പോവാം. അത് പറഞ്ഞ ശിവ പുറത്തേക്ക് നടന്നു. പോകുന്ന വഴി കണ്ണനെ നോക്കിയൊന്ന് പുച്ഛിക്കാനും അവൻ മറന്നില്ല. കാറിൽ കയറി ശിവ ദേവയ്ക്കായി വെയിറ്റ് ചെയ്തുവെങ്കിലും അവനെ കാണാനില്ല. അവസാനം ക്ഷമ നശിച്ച് കാറിന്റെ ഹോൺ അടിക്കാൻ തുടങ്ങി. ഒരു തവണ അടിച്ചിട്ടും അവൻ വരാതെയായപ്പോൾ ശിവ തുടരെ വീണ്ടും അടിക്കാൻ തുടങ്ങി. ദേവ പുറത്തേക്ക് വന്നപ്പോഴാണ് ശിവ ഹോണടി തട്ടിയത്. എന്നാൽ ദേവിയുടെ പിന്നാലെ വരുന്ന പാർവണിയെ കണ്ട് ശിവ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇവളെങ്ങോട്ടാ? ശിവ സംശയത്തോടെ ചോദിച്ചു. നമ്മുടെ കൂടെ വീട്ടിലേക്ക്. നമ്മുടെ വീട്ടിലേക്കാ? എന്തിന്? നിന്റെ ഭാര്യ നിന്റെ വീട്ടിലല്ലാതെ പിന്നെ എവിടേക്കാൻ താമസിക്കണ്ടേ? എന്റെ ഭാര്യ? ഇവളെന്റെ ഭാര്യ ഒന്നല്ല. ഇവളുടെ വീട്ടുകാരുടെ അടുത്ത് തന്നെ ചെന്ന് കൊണ്ടാക്കിയിട്ട് പോയ ദേവാ. പിന്നെ നീ ഒന്ന് ചെന്ന് കൊണ്ടാക്കി നോക്ക്. അവർക്ക് ഇങ്ങനെ ഒരു മകൾ ഇനി ഇല്ല എന്നാ അവര് പറയണേ. ഈ നടന്നതിനല്ല ഒരേ ഒരു കാരണക്കാരൻ നീ മാത്രമാണ് ശിവ. ഞാനോ? നീ ഇവിടെ വന്ന് ഇവളെ കല്യാണം ആലോചിച്ചോ? അത് എനിക്ക് വേണ്ടിട്ട്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒരു പെൺകുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്റെ വായിലിരുന്ന് നീ കേൾക്കും ശിവ. എന്തൊക്കെ പറഞ്ഞാലും ഇവളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആർക്ക് വേണം? നീ ഇവിടെ തന്നെ നിന്നോ, എനിക്ക് ഒരു കുഴപ്പമില്ല. മോളെ നീ വിഷമിക്കണ്ട. എനിക്ക് ഈ ഏട്ടനുണ്ട്. ഞാൻ ഉള്ളിടത്തോളം കാലം നീ ഒറ്റയ്ക്കാവില്ല. നീ കാറിൽ കയറ്. അവൻ വരുന്നെനിക്ക് വരണ്ട. അത് പറഞ്ഞ ദേവ പാർവണിയും കാറിൽ കയറ്റി. ശേഷം ഡ്രൈവിംഗ് സീറ്റിൽ അവനും കയറി. കാറ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ തന്നെ നിൽക്കാനാണോ ശിവ നിന്റെ പ്ലാൻ? വരുന്നുണ്ടെങ്കിൽ വാ. അത് കേട്ടതും ശിവ പാർവണി ഒന്ന് തറപ്പിച്ച് നോക്കിയ ശേഷം കാറിലേക്ക് കയറി. തിരിച്ചുള്ള യാത്രയിൽ അവർ 3 പേർക്കൂടെയിൽ മൗനം നിലനിന്നു. ഇടയ്ക്ക് നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പാർവണിയുടെ ഏങ്ങലടികൾ ഉയർന്നു വന്നു. നിന്റെ ആരെങ്കിലും ചത്ത ഇങ്ങനെ ഇരുന്ന് മോങ്ങാൻ വീണ്ടാതിരുന്നില്ലെങ്കിൽ നിന്നെ കാറിൽ നിന്ന് മുടിച്ച് പുറത്താക്കും ഞാൻ. ശിവ ദേഷ്യത്തോടെ പാർവണിയോടായി പറഞ്ഞു. 3/4 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ അവരുടെ കാർ വീടിന് മുന്നിലെത്തി. കാർ ഗേറ്റ് കടക്കുന്നതിന് മുന്നേ ദേവ കാർ ഒന്ന് നിർത്തി. ദേവുവിനും അമ്മയ്ക്കും സത്യങ്ങളൊന്നും അറിയില്ല. ഇനി നിങ്ങളായിട്ടൊന്നും അറിയിക്കാനും നിൽക്കണ്ട. നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്നും വീട്ടുകാരെ എതിർത്തതിന് അവര് കല്യാണം കഴിച്ചെന്നും പറഞ്ഞാൽ മതി കേട്ടാ. ദേവ അവർ ഇരുവരെയും നോക്കി പറഞ്ഞു. ഇങ്ങനെ കള്ളം പറയേണ്ട ആവശ്യം എന്താ? ശിവ പുച്ഛത്തോടെ ചോദിച്ചു. വേണ്ടടോ, നീ നടന്ന സത്യങ്ങളെല്ലാം അതേപോലെ അമ്മയോട് പോയി പറയ്. അമ്മയെ അറിയട്ടെ മകന്റെ ലീലാവിലാസങ്ങള്. ദേവ തിരകെ ഇരട്ടി പുച്ഛത്തോടെ പറഞ്ഞു. ശേഷം കാറ് പോർച്ചിലേക്ക് എടുത്തു. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ അമ്മയും ദേവുനെയും വിളിച്ചിട്ട് വരാം. അത് പറഞ്ഞ് ദേവ അകത്തേക്ക് പോയി. നീ എന്തുദ്ദേശത്തിലാ ഞങ്ങളുടെ ഒപ്പം ഇവിടേക്ക് വന്നേ? ശിവ പാർവണയുടെ കൈ പിടിച്ച് തിരിച്ചുകൊണ്ട് ചോദിച്ചു. ശിവ കൈ തിരിച്ചപ്പോൾ പാർവണയ്ക്ക് നല്ല വേദന തോന്നിയെങ്കിലും തോറ്റു കൊടുക്കാൻ അവൾ തയ്യാറായില്ല. അവൾ ദേഷ്യത്തോടെ ശിവയുടെ മുഖത്തേക്ക് നോക്കി. നിന്റെ ചെവി എന്താടി പൊട്ടിപ്പോയോ? ഞാൻ ചോദിച്ചതിനെന്ത് ഉത്തരം പറയടി. ദേവേട്ടാ! അവൾ ഉറക്കെ അകത്തേക്ക് നോക്കി വിളിച്ചതും ശിവ വേഗം അവളുടെ കയ്യിലെ പിടിവിട്ടു. അപ്പോഴേക്കും അമ്മയും ദേവുവിനെയും വിളിച്ച് പുറത്തേക്ക് വന്നിരുന്നു. അമ്മയുടെ കയ്യിലിരിക്കുന്ന നിലവിളക്കിൽ നിന്നും തങ്ങളുടെ കല്യാണം കഴിഞ്ഞ വിവരം അവർ അറിഞ്ഞു എന്ന് ശിവയ്ക്ക് മനസ്സിലായിരുന്നു. വലതുകാല് വെച്ച് കയറ് മോളെ. അമ്മ പാർവണിയുടെ കയ്യിൽ വിളക്ക് കൊടുത്തോണ്ട് പറഞ്ഞു. പാർവണ വിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി. വിളക്കുമായി പൂജാമുറിയിലേക്ക് കയറി. വിളക്ക് കണ്ണന്റെ വിഗ്രഹത്തിന് മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ലാത്തതിനാൽ കുറച്ചു നേരം കണ്ണടച്ചു നിന്നു. ശിവയ്ക്ക് പണ്ട് മുതലേ ഈശ്വരനെല്ലാം ഒന്നും വിശ്വാസമില്ലാത്തതിനാൽ അവൻ നേരെ തന്റെ മുറിയിലേക്ക് നടന്നു. മുകളിൽ നിന്ന് എന്തൊക്കെയോ താഴെ വീണുടയുന്ന ശബ്ദത്തിൽ നിന്നും അവന്റെ ദേഷ്യത്തിന്റെ അളവ് ദേവയ്ക്ക് മനസ്സിലായിരുന്നു. ദേവു, നീ പാർവണിയും കൂട്ടി മുറിയിലേക്ക് പോകൂ. കുറെ ദൂരം യാത്ര ചെയ്തതല്ലേ, കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ. ദേവ അത് പറഞ്ഞതും രേവതി പാർവണിയും കൂട്ടി തന്റെ മുറിയിലേക്ക് പോയി. ദേവ, ശരിക്കും ശിവയുടെ ഇഷ്ടത്തോടെയാണ് ഈ കല്യാണം നടന്നേ? അവർ പോയത് അമ്മ ദേവിയോടായി ചോദിച്ചു. അതെ, എന്താ അമ്മ അങ്ങനെ ചോദിക്കാൻ? അത് പിന്നെ മുകളിലേക്ക് കോലാഹലം കേൾക്കുന്നില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അതൊന്നുമില്ല അമ്മേ,
പ്രതീക്ഷിക്കാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന്റെ ദേഷ്യമാണ് അവന്, അല്ലാതെ വേറൊന്നുമില്ല. ദേവ അത് പറഞ്ഞ് മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയ പാറുവിനെ രേവതിയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. നീ എന്തിനു തുമ്പി ഇങ്ങനെ കരയണേ? ഞാൻ ചതിച്ചില്ല എല്ലാവരോടും, ഞാൻ എല്ലാവരും ചതിക്കല്ല ചെയ്ത ദേവു. അച്ഛനും അമ്മയും ആരും എല്ലാ നാട്ടുകാരും കുടുംബക്കാരുടെ മുന്നില് താണം കെട്ടില്ലേ. ഞാൻ അവിടുന്ന് ഇറങ്ങി വരുന്ന സമയത്ത് കണ്ണന്റെ മുഖം അതെന്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല. ഞാൻ കാരണം അവൻ എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവും. അത് പറഞ്ഞ് പാർവണ വീണ്ടും കരയാൻ തുടങ്ങി. അപ്പോഴാണ് ദേവ അവരുടെ അടുത്തേക്ക് വന്നത്. ദേവു, നീ പോയി പാർവണയ്ക്ക് കുടിക്കാമല്ലോ എടുത്തോണ്ട് വാ. ദേവ അത് പറഞ്ഞതും പാർവണയുടെ അരികിലായി രേവതി എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ഞാൻ എന്താ ചെയ്യണ്ടേ ശിവ? അവനെന്തെങ്ങനെ? ഞാൻ വീട്ടുകാരോട് എല്ലാം സാവധാനത്തിൽ പറയാമെന്ന് കരുതിയെ, പക്ഷെ അവൻ ചാടിക്കേറിയെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടല്ലേ ഇങ്ങനെയല്ല ഉണ്ടായത്. പാർവണ പരാതി പറയാൻ തുടങ്ങി, ഒപ്പം കരയുന്നുമുണ്ട്. അങ്ങനെ പറയല്ല മോളെ, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. നേരിട്ടില്ലെങ്കിലും നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഞാനും കൂടി ഒരു കാരണക്കാരനാണ്. നിന്റെ വീട്ടിൽ വെച്ച് ഞാൻ പറഞ്ഞത് വെറും വാക്കല്ല. ഈ ഏട്ടൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ കുട്ടിക്ക് ഒറ്റപ്പെടേണ്ട ആവശ്യം വരില്ല. ഏട്ടനുണ്ടാവും എന്നും കൂടെ. ഇനി എൻ്റെ പാറുകുട്ടി കണ്ണൊക്കെ തുടച്ച് മിടിക്കായേ. പാർവണയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവ പറഞ്ഞതും പാർവണ കണ്ണുകൾ തുടച്ച് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും രേവതി ഒരു ഗ്ലാസ്സിൽ ജ്യൂസുമായി അവരുടെ അടുത്തേക്ക് വന്നു. ദേ, ജ്യൂസ് വന്നല്ലോ, ഇനി ഇത് കുടിച്ചിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ എല്ലാ സങ്കടവും മാറും. അത് പറഞ്ഞ് ദേവ രേവതിയുടെ കയ്യിലുള്ള ഗ്ലാസ് വാങ്ങി പാർവണയ്ക്ക് നൽകി. അവൾ ജ്യൂസ് വാങ്ങി കുടിച്ച് ബെഡിലേക്ക് കിടന്നു. അവൾക്ക് കുറച്ചു നേരം ഉറങ്ങിക്കോട്ടെ, ശല്യപ്പെടുത്തണ്ട. ദേവ അത് പറഞ്ഞ് പുറത്തേക്ക് പോയി. അവന് പിന്നാലെ രേവതിയും. വൈകുന്നേരം ശിവയും അമ്മയും ദേവയും കൂടെ ഹാളിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് മുകളിൽ നിന്ന് രേവതി കരഞ്ഞുകൊണ്ട് താഴേക്ക് ഓടി വരുന്നത് കണ്ടത്. ദേവേട്ട, തുമ്പി, അവൾക്ക് വയ്യ, എത്ര വിളിച്ചിട്ട് കണ്ണു തുറക്കുന്നില്ല, നല്ല പനിയുണ്ട്. രേവതി താഴേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും ദേവ വേഗം എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് പോകാനായി നിന്നു. അപ്പോഴേക്കും ശിവ പാർവണിയുടെ അടുത്തേക്ക് ഓടിയിരുന്നു. റൂമിലെത്തിയ ശിവ പാർവണിയുടെ നെറ്റിയിൽ തൊട്ട് നോക്കുമ്പോൾ നല്ല പനിയുണ്ട്, വിറയ്ക്കുന്നുമുണ്ട്. അവൻ വേഗം അവളുടെ ടെമ്പറേച്ചർ നോക്കി. ടെമ്പറേച്ചർ കുറച്ച് കൂടുതലാണ്. അവൻ ഒരു കോട്ടൺ തുണിയെടുത്ത് തണുത്ത വെള്ളത്തിൽ മുക്കി അവളുടെ നെറ്റിയിൽ നനച്ചിട്ട ശേഷം മുറിയിൽ പോയി മരുന്ന് കൊണ്ടുവന്നു. അവളുടെ കയ്യിൽ ഇഞ്ചക്ഷൻ വെച്ചു. ചെറിയൊരു പനിയാണ്, കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. ബോഡി ഭയങ്കര വീക്കാണ്, അതാണ് ചെറുതായി വയ്യാതാവുമ്പോഴത്തേക്ക് ഇങ്ങനെ ബോധം പോകുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ മെഡിസിൻ കൊടുക്കണം. രേവതിയോട് പറഞ്ഞ് ശിവ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. എന്നാൽ അതേസമയം കഴിഞ്ഞ കാര്യങ്ങളോർത്ത് ദേവയുടെ മുഖത്തൊരു പുഞ്ചിരി നിലനിന്നിരുന്നു. പാർവണയ്ക്ക് ബോധം വന്നപ്പോഴേക്കും രാത്രിയായിരുന്നു. രേവതി അവൾക്കുള്ള കഞ്ഞി റൂമിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തു. കുറച്ച് കഞ്ഞി കുടിച്ചു കഴിഞ്ഞ് മെഡിസിൻ കൊടുത്ത് രേവതി അവളോടൊപ്പം കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ അലാറം കേട്ടാണ് പാർവണ കണ്ണു തുറന്നത്. രേവതി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറുന്നത് കണ്ട പാർവണ ബെഡ് റെസ്റ്റ് ചാരിയിരുന്നു. ദേവിയുടെയും രേവതിയുടെയും മുറിയായിരുന്നു അത്. മുറിയുടെ ഒരു സൈഡിലായി വലുതായി അവരുടെ കല്യാണ ഫോട്ടോ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട്. പാർവണ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. താനും ആഗ്രഹിച്ചതായിരുന്നു ഇഷ്ടപ്പെട്ട ആളുമായുള്ള കല്യാണം. പക്ഷേ അത് അങ്ങനെയായി തീർന്നു. നീ എഴുന്നേറ്റോ തുമ്പി? മുടി തോർത്തിക്കൊണ്ട് പുറത്തേക്ക് വന്ന ദേവു ചോദിച്ചു. എണീറ്റു, അവൾ പതിയെ പറഞ്ഞു. പനി മാറിയില്ലേ? രേവതി അവളുടെ നെറ്റിയിൽ തൊട്ടു വെച്ചുകൊണ്ട് ചോദിച്ചു. മാറി, അവൾ വീണ്ടും ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു. വയ്യെങ്കിൽ കുറച്ചു നേരം കൂടെ കിടന്നോ, ഞാൻ താഴേക്ക് പോവാണേ. രേവതി പാർവണയുടെ നെറുകെ തലോടിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ഞാനും വരാം, അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ഈ കൊളത്തിലോ? ഇതിനെന്താ കുഴപ്പം? കുഴപ്പമേ ഉള്ളൂ, എന്തായാലും കുളിക്കണ്ട, നീ മേലൊന്ന് കഴുകിയിട്ട് പോവാ. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഒരു ഡ്രസ്സ് നിനക്ക് വേണ്ടി എടുത്തു വയ്ക്കാം.
അത് പറഞ്ഞ് രേവതി പാർവണിയെ ഉന്തിത്തള്ളി ബാത്റൂമിലേക്ക് കയറ്റി വിട്ടു. ഹീറ്റർ ഉള്ളതിനാൽ ചൂടുവെള്ളത്തിലാണ് അവൾ കുളിച്ചത്. കുളിച്ച് ഇറങ്ങുമ്പോഴേക്കും തനിക്കായുള്ള ഡ്രസ്സ് രേവതി എടുത്തു വെച്ചിരുന്നു. ബ്ലൂ കളറിലുള്ള ഒരു സാരിയായിരുന്നു അത്. രേവതി തന്നെ അത് പാർവണിക്ക് ഉടുപ്പിച്ചു കൊടുത്തു. ശേഷം കണ്ണാടിക്ക് മുമ്പിലുള്ള സിന്ദൂര ചെപ്പുമായി രേവതി പാർവണിയുടെ അരികിലേക്ക് വന്നു. ദാ, രേവതി അത് പാർവണിക്ക് നീട്ടിക്കൊണ്ടു പറഞ്ഞു. ഇതൊന്നും വേണ്ട ദേവു, അവൾ ചെറിയ മടിയോടെ പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ സിന്ദൂരം നിർബന്ധമായിട്ടും തൊടണം. അത് പറഞ്ഞ് അവൾ നിർബന്ധിച്ച് പാർവണിയെ കൊണ്ട് സിന്ദൂരം എടുപ്പിച്ചു. അവൾ മോതിര വിരൽ കൊണ്ട് കുറച്ച് സിന്ദൂരം എടുത്ത് നെറുകയിൽ തൊട്ടു. നീ എന്തിനാ തുമ്പ ഇങ്ങനെ പിശുക്കണേ? കുറച്ചുകൂടി എടുക്ക്. അത് പറഞ്ഞ് രേവതി കുറച്ച് സിന്ദൂരം എടുത്ത് അവൾക്ക് കട്ടിയിൽ തൊട്ടു കൊടുത്തു. പെർഫെക്റ്റ്, ഇനി വാ നമുക്ക് താഴേക്ക് പോവാം. അത് പറഞ്ഞ് പാർവണിയെ വിളിച്ച് രേവതി താഴേക്ക് വന്നു. താഴെ അമ്മ അടുക്കളയിൽ നല്ല പണിയിലാണ്. സമയം 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. സാധാരണ 7 മണി 7:30 കഴിയാതെ ബെഡിൽ നിന്ന് എണീക്കാത്ത പാർവണി ഇന്ന് 6 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചത് അവൾക്ക് തന്നെ ഒരു അത്ഭുതമായാണ് തോന്നിയത്. അവർ രണ്ടുപേരും അടുക്കളയിലേക്ക് ചെന്നു. മോളുടെ പനി മാറിയോ? അമ്മ ചോദിച്ചു. മാറിയമ്മേ, അവളൊരു പുഞ്ചിരി മുഖത്ത് വരുത്തിക്കൊണ്ട് പറഞ്ഞു. ഞങ്ങളെല്ലാം ഇന്നലെ ഒരുപാട് പേടിച്ചു പോയി. മോളെ വിളിച്ചിട്ടാണ് ഈ കണ്ണും തുറക്കുന്നില്ല, തൊട്ടാ പൊള്ളുന്ന പനിയും. പിന്നെ ശിവ വന്ന് മെഡിസിനൊക്കെ തന്നപ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ച് ആശ്വാസമായത്. അയ്യോ, സംസാരിച്ചൊക്കെ സമയമില്ല. ഇവിടെ 8 മണിയാവുമ്പോഴേക്ക് ചെക്കന്മാർക്ക് ഭക്ഷണമാവണം. അത് പറഞ്ഞ അമ്മ തൻ്റെ പണിയിലേക്ക് പോയി. ദേവു രാവിലേക്കുള്ള ദോശ ഉണ്ടാക്കി. പാർവണ അതിലേക്കുള്ള കറിയും. 8 മണിയായതും ദേവ ഡൈനിങ് ടേബിളിൽ എത്തിയിരുന്നു. പാർവണിയും രേവതിയും ഭക്ഷണമെല്ലാം ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെക്കുമ്പോഴാണ് സ്റ്റെയർ ഇറങ്ങി ശിവ താഴേക്ക് വന്ന് കണ്ടത്. ശിവയുടെ വരവ് കണ്ട് എല്ലാവരും ഞെട്ടിയിരുന്നു. ദേവ അവനെ തന്നെ അത്ഭുതത്തോടെ നോക്കി ചെയറിൽ നിന്ന് എണീറ്റു. കഴുത്തിൽ സ്റ്റെതസ്കോപ്പും ഇട്ട് കയ്യിൽ വൈറ്റ് കോട്ടുമായി ഇറങ്ങി വരുന്ന ശിവയെ പാർവണ അത്ഭുതത്തോടെ നോക്കി. ആദ്യമായാണ് അവൾ അങ്ങനെ ഒരു വേഷത്തിൽ ശിവയെ കാണുന്നത്. എന്നാൽ അതേസമയം ശിവ തന്നെ നോക്കി നിൽക്കുന്ന പാർവണിയെ നോക്കി താഴേക്ക് വരികയായിരുന്നു. ഇതാണോ ശിവ നീ ഇന്ന് പറഞ്ഞ സർപ്രൈസ്? ദേവയുടെ ശബ്ദമാണ് ശിവയെ പാർവണിയെ നോക്കുന്നതിൽ നിന്ന് പിൻവലിച്ചത്. അതെ, നിനക്ക് ഒരു ചെറിയ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഭാഗമായാണ് അന്നത്തെ ഒരാഴ്ചയുടെ ട്രിപ്പ് ഉണ്ടായിരുന്നേ. ശിവ പുഞ്ചിരിയോടെ പറഞ്ഞു. ദേവയ്ക്ക് ഓപ്പോസിറ്റുള്ള ചെയറിൽ വന്നിരുന്നു. നീ ഏത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നേ? ഇവിടെ അടുത്തുള്ള തന്നെയാ, MS ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം തന്നെയാണ്. അധികം സംസാരിക്കാൻ സമയമില്ല, വേഗം ഇറങ്ങണം. ശിവ അത് പറഞ്ഞതും ദേവയ്ക്കും ശിവയ്ക്കുമുള്ള ഭക്ഷണം വിളമ്പാൻ തുടങ്ങി. മോളെ, ശിവ ഇതൊന്നും കഴിക്കില്ല. അവൻ്റെ ശീലങ്ങളും ഭക്ഷണമെല്ലാം വേറെയാണ്. അടുക്കളയിൽ നിന്നും ഒരു പാത്രത്തിൽ ശിവയ്ക്കുള്ള ഫുഡുമായി വന്ന അമ്മ പറഞ്ഞു. അമ്മ ശിവയ്ക്കുള്ള ഫുഡ് അവൻ്റെ മുമ്പിൽ എടുത്തു വെച്ചു. ശിവ സ്പൂൺ ഉപയോഗിച്ച് അത് കഴിക്കാൻ തുടങ്ങി. പാർവണ അപ്പോഴും അത്ഭുതത്തോടെ ശിവയെ നോക്കുമായിരുന്നു. പാറു, ആ വെള്ളം എടുത്തന്നെ, ദേവ ഗ്ലാസ്സിലേക്ക് നോക്കി പറഞ്ഞു. പാർവണ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ച് ദേവയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തു. പാർവണ ദേവിയുടെ അടുത്തേക്ക് വന്നപ്പോഴാണ് ശിവ ശരിക്കും അവളെ ശ്രദ്ധിച്ചത്. സാരി എടുത്ത് കഴുത്തിൽ താൻ ചാർത്തി കൊടുത്ത താലി നെറുകയിൽ സുന്ദരമായി നിൽക്കുന്ന പാർവണി അവനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോ ഇനി മുതൽ നീ ഓഫീസിൽ വരില്ലേ? ദേവ ചോദിച്ചപ്പോഴാണ് ശിവ പാർവണിയുടെ മേൽ നിന്നും തൻ്റെ കണ്ണുകൾ പിൻവലിച്ചത്. ഇല്ലടാ, ഞാനിനി ഓഫീസിലേക്ക് കുറച്ചു കാലം ഉണ്ടാവില്ല. അത് സാരില്ല, എന്തായാലും നീ ആ പഴയ പ്രൊഫഷനിലേക്ക് പോയത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എല്ലാം എൻ്റെ പാർമോളുടെ വരവുകൊണ്ടാ, ദേവ പാർവണിയെ നോക്കി പറഞ്ഞു. ദേവ തന്നെ കളിയാക്കിയതാണെന്ന് പാർവണിക്ക് മനസ്സിലായിരുന്നു. ഞാൻ ഇറങ്ങാം ശിവ, ഭക്ഷണം കഴിക്കുന്നത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. കൈ കഴുകി തൻ്റെ കോട്ടും സ്റ്റെതസ്കോപ്പും എടുത്ത് പുറത്തേക്ക് നടന്നു. മോളെ, നീ ഇങ്ങനെ നിൽക്കാതെ അവനെ പോയി യാത്രയാക്കിയിട്ട് വാ, അമ്മ അവളെ നോക്കി പറഞ്ഞതും പാർവണ ചെറിയൊരു മടിയോടെ ശിവയ്ക്ക് പിന്നാലെ പുറത്തേക്ക് നടന്നു. പാർവണ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ശിവ ആരോടോ ഫോണിൽ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ മുറ്റത്തെ കൈവേരിയോട് ചേർന്ന് വെച്ചിരിക്കുന്ന ചെടികളുടെ ഇല വെറുതെ പിച്ചി പറിക്കാൻ തുടങ്ങി.
അത് കണ്ട ശിവ ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ എന്തായെന്ന് പുരുകുയർത്തി ചോദിച്ചു. അവളൊന്നുമില്ല എന്ന രീതിയിൽ ചുമൽ കൂച്ചി. ശിവ ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ കാറിലേക്ക് കയറി. ഇയാളെന്തെങ്ങനെ ചില സമയത്തിന് കടിച്ചു കയറാൻ വരും, ചിലപ്പോഴൊക്കെ പാവം. ഇതുപോലെ മിനിറ്റിൽ ഭാവം മാറുന്ന ആളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നു എൻ്റെ മഹാദേവ. അവൾ സ്വയം പിറുപിറുത്തുകൊണ്ടുള്ള അവളുടെ മുഖഭാവം എല്ലാം കണ്ട് ശിവ കാറിൻ്റെ മിററിലൂടെ നോക്കുന്നുണ്ടായിരുന്നു. ഇവൾക്കെന്താ ശരിക്കും വെട്ടാണ്, അത് വെട്ടുള്ള പോലെ അഭിനയിക്കുകയാണ്. ശിവ സ്വയം പിറുപിറുത്തു. എന്തെങ്കിലും ആവട്ടെ, വരാനുള്ളത് വഴി തങ്ങില്ല എന്നാണല്ലോ. അത് കറക്റ്റായിട്ട് എൻ്റെ തലയിൽ തന്നെ വീഴുകയും ചെയ്തു. എൻ്റെ കഷ്ടകാലം. അത് പറഞ്ഞ ശിവ കാറ് മുന്നോട്ടെടുത്തു. ശിവ ഗേറ്റ് കടന്നു പോയതും പാറുണ തിരികെ അകത്തേക്ക് തന്നെ വന്നു. അപ്പോൾ നല്ല ലെങ്തി തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിനെങ്കിലും ഒന്ന് കമൻ്റ് ഇടാവോ? അപ്പോൾ ബൈ, താങ്ക് യു.